നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. അശ്വതി നക്ഷത്രക്കാരുടെ മാർച്ച് 16 മുതൽ 31 വരെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങൾ, ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി ഇവരെന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് വരുന്ന ഒരു 15 ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് നടത്താനും കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ചെറിയ കുട്ടികളുടെ കാര്യം എടുക്കുക. ചെറിയ കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ട്. ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് ഭയക്കേണ്ട കാര്യമില്ല. എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതേ ഉള്ളൂ. ചെറിയ ചില അസുഖങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് മാതാപിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ഏകാഗ്രമായിട്ടിരുന്ന് പഠനത്തിന് ചിലവഴിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് വരുന്ന ഒരു സമയമാണ്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ നോട്ടം നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടും വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് വിവാഹ കാര്യമാണ്. വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകാതിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴൊന്ന് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നടക്കുന്നതാണ്. ഈ വിവാഹകാര്യത്തിന് ശ്രമിക്കാൻ പോകുന്നതിന് മുമ്പ് ഗണപതിക്ക് നാളികേരം ഉടച്ചതിന് ശേഷം ഈ കാര്യങ്ങൾക്കായിട്ട് ഒന്ന് ഇറങ്ങി പുറപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഫലം ഉണ്ടാവുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിരാശയായിരുന്നു ഫലമെങ്കിലും ഈ സമയത്ത് ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ നല്ല ഒരു സമയമാണ്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ ഒതുങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയൊരു മാർഗം തുറന്നു കിട്ടും. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ വേണ്ടുമോളം വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഉള്ളിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജികളെല്ലാം പുറത്തേക്ക് പോകുന്ന ഒരു സമയമാണ്. ജോലികളിലൊക്കെ കഷ്ടപ്പെട്ടിരുന്ന, അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്കൊക്കെ മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു സ്ഥാനചലനം എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ജോലി സംബന്ധമായിട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു മാറ്റമാണ്. ഭയക്കേണ്ട കാര്യമില്ല. ഉയർച്ചയാണ് കാണുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കൃത്യനിഷ്ഠത ഇല്ല എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് കൃത്യനിഷ്ഠത ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാവുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സമയം പറഞ്ഞ് നിങ്ങൾ ചെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെല്ലാൻ ശ്രമിക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. 23 ശേഷം ചില പുരുഷന്മാർ മൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത് സ്ത്രീകളെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണ്. മറ്റൊരു പുരുഷൻ മുഖാന്തരം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുതർക്കങ്ങളിലൊന്നും ഈ സമയത്ത് പോകുവാൻ പാടില്ല. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര് ഈ വാഹനങ്ങളുടെ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതാണ്. അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ യാത്രകൾ പുറപ്പെടാൻ. കാരണം നിങ്ങൾക്ക് വാഹനം മൂലം സാമ്പത്തിക നഷ്ടം കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ 16-നും 31-നും ഇടയിലുള്ള ദിവസങ്ങൾ. പ്രത്യേകിച്ച് 21 തീയതി. ഈ 21 തീയതി നിങ്ങൾ വ്രതമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായിരിക്കട്ടെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആരാധനാലയത്തിൽ ഒന്ന് പോവുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് മാത്രം വ്രതമെടുക്കുക. അന്നേ ദിവസം നിങ്ങൾ മാംസാഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മിതമായിട്ട് ഭക്ഷണം കഴിക്കുക. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരു നേരം കഴിക്കാൻ കഴിയുന്നവർ ഒരു നേരം മാത്രം കഴിക്കുക. വെള്ളം മാത്രം കുടിച്ച് വ്രതമെടുക്കാൻ കഴിയുന്നവർ അങ്ങനെയും ചെയ്യുക. ഈ വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ
ശരീരം കൊണ്ട് മാത്രമല്ല വ്രതം എടുക്കേണ്ടത്, മനസ്സുകൊണ്ടും വ്രതം എടുക്കണം. അന്നേ ദിവസം നിങ്ങളുടെ മനസ്സിൽ ഒരു ദുശ്ചിന്തയും പാടില്ല. നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിനെയാണോ ആരാധിക്കുന്നത്, ആ ദൈവത്തിന്റെ നാമം മാത്രം നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ ദൈവത്തിൽ മാത്രം നിങ്ങളെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മറ്റുള്ള യാതൊരു കാര്യത്തിലും നിങ്ങളുടെ മനസ്സ് വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധിയായാൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയുള്ളൂ. ഈ വ്രതം എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി നിറയുകയും അതുമൂലം നമ്മളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികൾക്ക് നമ്മളെ സ്പർശിക്കാൻ കഴിയാതെ വരികയും എന്നുള്ളതാണ്. എന്തുകൊണ്ടും അശ്വതി നക്ഷത്രക്കാരുടെ മുഴുവനായിട്ടുള്ള ഒരു ഫലം നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം വളരെ നല്ലതായിട്ടാണ് ഭാവിക്കുന്നത്. നിങ്ങളുടെ ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഒന്ന് വേണം. നിങ്ങൾ ചുമ്മാ അലസമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവസരങ്ങളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമാണ്. ഈ മാർച്ച് 16 മുതൽ 31 വരെയുള്ള സമയങ്ങളിലുണ്ടാകുന്ന വലിയ ഒരു വിജയങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും ഇപ്പോഴുള്ള നിലയിൽ നിന്നും ഒരു പടി മുന്നോട്ട് പോകാം. പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, ആ ആളെ ഒന്ന് ശ്രദ്ധിക്കണം. അയാള് ഒരു പ്രശ്നത്തിനായിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക, അയാളെ എതിർക്കാൻ നിൽക്കണ്ട, ഒഴിഞ്ഞു മാറിപ്പോവുക എന്നുള്ളതാണ്. അയാളുടെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറിപ്പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അശ്വതി നക്ഷത്രക്കാര് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.